വെന്തുരുകുമ്പോഴും പ്രകൃതിക്ക് കുളിർമയേകി വഴിയോരങ്ങളിൽ ഗുൽമോഹർ പൂത്തുലയുന്നു. കത്തുന്ന ചൂടിൽ അഗ്നി പടർത്തിയ വാഗപ്പൂക്കൾ ഒരു നൊസ്റ്റാൾജിക് അനുഭവമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. വേനലിൽ പൂത്തുവിടർന്ന വസന്തത്തോടെ കൊഴിഞ്ഞില്ലാതാവുന്ന പൂക്കൾ തീർക്കുന്നത് തീവ്ര വിരഹത്തിനു തുല്യമായ വികാരമാണ്. പ്രണയവും സൗഹൃദവും ബാല്യകൗമാരവും ഗൃഹാതുരതയും മാത്രമല്ല, വിപ്ലവവും ഓർമ്മിപ്പിക്കുന്നതാണ് ഗുൽമോഹർ പൂക്കൾ എന്ന വേനൽ പൂക്കൾ. കത്തുന്ന വേനൽ ചൂടിനിടയിലും പ്രകൃതി ഒരുക്കുന്ന വിസ്മയമായി മെയ്ഫ്ലവറുകൾ പൂത്തുലയുന്നു. മെയ് മാസത്തെ വരവേൽക്കാനൊരുങ്ങുന്ന മെയ്ഫ്ലവർ മെയ് എത്തും മുൻപേ പാതയോരങ്ങളെ വർണ്ണാഭമാക്കുകയാണ്. കലണ്ടറിൽ മെയ് മാസം പിറക്കാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും വഴിയോരങ്ങളിൽ ചുവപ്പിന്റെ വസന്തം തീർത്ത ഈ മനോഹര പുഷ്പങ്ങൾ നേരത്തെ തന്നെ വിരുന്നെത്തിക്കഴിഞ്ഞു. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പാതയോരങ്ങളിൽ കൊഴിഞ്ഞു വീണ പൂക്കൾ ചുവന്ന പരവതാനി വിരിച്ചതുപോലെയുള്ള കാഴ്ചയാണെങ്ങും. കടും ചുവപ്പിൽ മെയ്ഫ്ലവർ തലയെടുപ്പോടെ നിൽക്കാൻ തുടങ്ങിയതോടെ നിരവധി ആളുകളാണ് സെൽഫി എടുക്കുന്നതിനും മറ്റും വാഗമരം തേടിയെത്തുന്നത്. മഡഗാസ്കർ എന്ന ആഫ്രിക്കൻ ദ്വീപ് പ്രദേശങ്ങളിലാണ് ഗുൽമോഹറിന്റെ ഉത്ഭവം. ഡെലോണിക്സ് റീജിയ എന്നാണ് പൂവിന്റെ ശാസ്ത്രീയ നാമം. റീജിയ എന്ന വാക്കിനർത്ഥം രാജകീയം എന്നാണ്. ഇതിന്റെ നിറവും ആഠ്യത്വവും കാരണമാണ് ഈ പേര് ലഭിച്ചത്. യാത്രക്കാരുടെ കണ്ണുടക്കുന്നതും ഈ മനോഹാരിതയിലേക്കാണ്. ഒരു കാലത്ത് മെയ് മാസത്തിന്റെ തുടക്കത്തിൽ മാത്രം കണ്ടുവരുന്ന ഈ പൂക്കൾ കാലാവസ്ഥാ വ്യതിയാനം മൂലമാകാം ഇപ്പോൾ ഏപ്രിൽ പകുതിയോടെ തന്നെ പൂർണ്ണമായി പൂത്തുവിരിഞ്ഞു നിൽക്കുന്നു. മെയ് മാസം ആകുമ്പോൾ പൂത്തു വരുന്നു. ഇനിയിപ്പോൾ ഇത് നിറയെ പൂക്കും. പിന്നെ കല്യാണത്തിന് ഇവിടെ കല്യാണം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കല്യാണത്തിൻ്റെ അവർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്കാർ പോകുമ്പോൾ അത് അവർ കണ്ടാൽ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തു പോകുന്നു. നല്ല രസമാണ് കാണാൻ. ക്യാമ്പസ് മുറ്റങ്ങളിലും സ്കൂൾ പറമ്പുകളിലും പരീക്ഷാക്കാലത്തിന്റെയും വേനലവധിയുടെയും ഓർമ്മകൾ ഉണർത്തുന്ന ഈ മരങ്ങൾ പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ മരങ്ങൾ പൂവിടുന്നതോടെ നഗരവീഥികൾ പൂർണ്ണമായും ഒരു ചുവപ്പു വസന്തത്തിന് വഴിമാറും. ഓരോ സീസണിലും ഓരോ വസന്തമാണ്. മഞ്ഞ വസന്തം കഴിഞ്ഞു. ഇനി ഗുൽമോഹർ എന്ന ചുവപ്പിന്റെ ഓർമ്മപ്പെടുത്തലാണ്. പ്രമോദ് ചേടിച്ചേരിക്കൊപ്പം ലിജിത ജനാർദ്ദനൻ, സീൽ ന്യൂസ്, ധർമ്മശാല.